സ്വാമി ശരണയ്യപ്പ, എൻ്റെ അയ്യപ്പ, ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം. മാലയിട്ട് അങ്ങോട്ട് തിരുസന്നിധിയിൽ എത്തുന്നത് വരെ യാതൊരുവിധ തടസ്സങ്ങളില്ലാതെ ഞങ്ങളെ കാത്തുകൊള്ളണേ. സ്വാമി ശരണയ്യപ്പ. ഇതേടെ അവസ്ഥ എന്താ? അവനെ എവിടെ പോയാലും ഇടി കൊള്ളാനാണ്. 3D കിട്ടിട്ട് ഇത് തന്നെ അവന്റെ പരിപാടി. ആടേക്ക് ഞാൻ എന്തോരം പറഞ്ഞിരുന്നു അറിയോ? എവിടെ ഉണ്ടെങ്കിലും കയറി പിടിക്കും. കൂടൊന്നും പോവല്ലട്ടാ ഇടി കൊണ്ട്. ഒരു മാറ്റം എന്ത് മാറ്റം ഉണ്ടാവാന്? നമ്മുടെ സുധിച്ചേട്ടനല്ലേ? സുധിച്ചേട്ടാ, സ്വാമി ശരണം. കൊറേ എല്ലാം കണ്ടിട്ട് ഇതെന്ന് മാലിട്ട്. ആ രഞ്ജിത്തെ, സ്വാമി ശരണം. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മാലിട്ട്. ആണോ? ഇപ്പൊ എവിടെ പോയിട്ട് വരുന്നേ? ആ നമ്പരത്തി ഇപ്പോഴാണ്. രഞ്ജിത്തെ, ഈ വരുന്ന ശനിയാഴ്ച കെട്ടുകയറിയാണ്. വീട്ടിലേക്ക് വരണം കേട്ടോ. അതൊക്കെ പ്രത്യേകം പറയണോ സുധിച്ചേട്ടാ? ശനിയാഴ്ചയല്ലേ ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ട്. എടാ, സാധിക്കിനോടും കൂടി പറഞ്ഞിരിക്കട്ടാ. അത് ഞാൻ പറഞ്ഞോണ്ട്. രഞ്ജിത്തെ, നീ നമ്മുടെ രമേശനെ കണ്ടോ? അവന് ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല. രമേശ് ഏട്ടൻ ആ ബൈജുവിനടി ചെളിപ്പറമ്പി പോണ്ടായി. ചിലപ്പോ അവിടെ കാണും. ഏത്? ആ വെട്ടിയാറ് ബൈജുനായിട്ടാ? ആ അവൻ തന്നെ. അപ്പൊ ഇന്നും നല്ല പൂസിലായിരിക്കുള്ളൂ. എന്നാ ശരിയാടാ, അവനെ കൂടി ഒന്ന് വിളിക്കാനുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ശരിയാടാ. രമേശ, ഓരോ ദിവസം ഈ സ്ഥാനകത്തേക്കെല്ലാം കിട്ടണ ഫീൽ ചെയ്യണ്ടല്ലോ. ഓ, ഇറ്റ്സ് ഓസം. നീ വേഗം അടിക്കാൻ നോക്ക്. എനിക്ക് പോയിട്ട് വേറെ പരിപാടിയുണ്ട്. വേഗടിക്കാനേ ഇത് കഞ്ഞുള്ളല്ല, മദ്യം. പയ്യെ പയ്യെ അടിച്ചാൽ അതിൻ്റെ ഒരു എൻജോയ്മെന്റ് കിട്ടുള്ളൂ. ആഹാ, നിങ്ങളുടെ പരിപാടി ദൂരം കഴിഞ്ഞില്ലേ? നീ എന്താ ഇവിടെ? എന്താ, എനിക്കിവിടെ വന്നൂടെ? നിന്റെ ഫോണിന് എന്ത് പറ്റി? എത്ര നേരമായി വിളിക്കുന്നത്, കിട്ടണില്ലല്ല. ഫോൺ കുറച്ച് നേരടാ, കോളൊന്നും പോണില്ല. നെറ്റ്വർക്ക് നമ്മളെന്നാണ് തോന്നുന്നത്. സ്വാമിയേ, സ്വാമി ശരണം. സ്വാമി ശരണം. എന്തു പറ്റിയടാ? എന്താ നീ വിളിച്ചത്? ഒന്നുമില്ലടാ, കെട്ടുന്നറ കാര്യം പറയാനായിട്ടായിരുന്നു. ഈ വരുന്ന ശനിയാഴ്ചയാണ് പരിപാടി. നേരത്തെ വന്നേക്കണം കേട്ടല്ല? സ്വാമി അടിക്കണ്ട. എടാ ബൈജു, നീ എന്താണ് ഈ പറയണത്? മാലിട്ട ആളാണോ ഇമാരി വർത്താനം പറഞ്ഞത്? അടിക്കണതിനിപ്പോൾ എന്താണ്? മാലിട്ട് അടിക്കണ ഇഷ്ടംമാര് സമയം കണ്ടിട്ടുണ്ട്. അടിക്കണ സമയത്ത് ആ മാലങ്ങൾ ഊരിയൊക്കെ അടിക്കണം. ബൈജു, നീ ആ പറഞ്ഞ സ്വാമിമാരുടെ കൂട്ടത്തില് എന്നെ പെടുത്തല്ലേട്ടാ. 41 ദിവസത്തെ വ്രതം എടുത്ത് അയ്യപ്പ സ്വാമിനെ മനസ്സിൽ ധ്യാനിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാൾക്ക് നീ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അവനൊരു പുണ്യാളൻ. അവനെ കണ്ടറിഞ്ഞൂടെ കള്ളസ്വാമി? അവനെ ചന്ദനക്കുറി നോക്കിയേ, കറവേക്കല്ലി കാക്കക്കുറി ആയിരിക്കുക. എടാ ബൈജു, ഒരുമാതിരി ചെറ്റ വർത്താനം പറയരുത് നീ. അവൻ പറയട്ടാ. രമേശ, വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല, സാക്ഷാൽ അയ്യപ്പ സ്വാമിയാണ്. അതിനുള്ള മറുപടി അദ്ദേഹം തന്നിരിക്കും. പിന്നെ അയ്യപ്പ സ്വാമിക്ക് ഇതല്ലേ പണി. ഞാനെന്നാ ചെല്ലട്ടെ, 1-2 ആൾക്കാരോട് പറയാനുണ്ട്. മോനെന്താ എത്ര വരാൻ വൈകി? ഓരോരുത്തരോട് വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. മോൻ ഷാജിമാമന്റെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി അമ്മ. ഇനിയിപ്പോ ഏതായാലും നാളെ പറയാം. ഞാനൊന്ന് കിടക്കട്ടെ. നാളെ മറക്കാണ്ട് പറഞ്ഞോട്ടെ മോനെ. ആ അമ്മ, ഞാൻ പറഞ്ഞോണ്ട്. ആ ഹലോ, എന്താടാ? എടാ സുധി, പൈസ ഉണ്ടോ? പൈസ എന്താടാ? നീ പോയ പിന്നെ നമ്മുടെ ബൈജു
ഞാനവൻ തീർന്ന് ഒന്നായില്ല. ഞാൻ പറഞ്ഞ മേടിച്ചിട്ടാ. എടാ നീ ഇപ്പൊ തന്നെ ഫിറ്റാണ്. എടാ വണ്ടി ഓടിച്ച് പോണ്ടാന്ന്. എടാ അവിടെ നിന്നാണെന്ന്. അമ്മ നീ എന്നെ കൺട്രോൾ ചെയ്യിക്കാൻ നിൽക്കണ്ട. ഇതിലും വലിയ മൂടിൽ വെട്ടിയാറ് വയച്ച് വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. എടാ ബൈജു നീ പറയണ കേക്ക്. ഈ മൂഡിൽ നീ പോണ്ട. എടാ പറയണ കേക്കടാ. എടാ ബൈജു ഈ മൂഡിൽ നീ വണ്ടി എടുത്ത് പോണ്ട. ഇവിടെ ഒന്ന് പറയണ കേക്ക്. പോയാമേ. എന്തൊരു കഷ്ടമാണ് നോക്കിയേ. ഇതിനോടൊന്നും പറഞ്ഞാ മനസ്സിലാവൂല. എടാ തലക്കല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ അവനോട് 100 വട്ടം പറഞ്ഞാണ് പോണ്ട. എടാ എൻ്റെ അക്കൗണ്ടിൽ 2500 രൂപയുണ്ട്. അതിന് നിനക്ക് അയച്ചുതരാം ഞാൻ. അവന് വേറൊന്നും. ഫ്രണ്ടിലെ 2 പല്ല് പോയിട്ടുണ്ട്. ഒരു കാല് ഒടിഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് പ്രാർത്ഥിക്കണോട്ടാ. എൻ്റെ അയ്യപ്പ. ശരിടാ, ഞാനത് വീട്ടുകാരെ വിളിച്ചൊന്ന് വിവരം പറയട്ടെ. ശരി. എൻ്റെ അയ്യപ്പ അവൻ്റെ എല്ലാ ആപത്തും മാറ്റി കൊടുക്കണേ.